പാലക്കാട് ജില്ലയിലെ എലപ്പുള്ളിയിൽ ബ്രൂവറി ആരംഭിക്കാനുള്ള ക്യാബിനറ്റ് തീരുമാനത്തിൽ ഞങ്ങൾ ശക്തിയായി പ്രതിഷേധിക്കുന്നു. ഒരു കാരണവശാലും എലപ്പുള്ളിയിൽ ബ്രൂവറി അനുവദിക്കാൻ പ്രതിപക്ഷം സമ്മതിക്കില്ല. രണ്ട്, സാധാരണ CPIയെ AKG സെൻറ്ററിൽ വിളിച്ചു വരുത്തിയാണ് അപമാനിക്കാറുള്ളത്. ഈ പ്രാവശ്യം MN സ്മാരകത്തിൽ തന്നെ പോയി CPI അപമാനിച്ച സംഭവമാണ് ഈ ബ്രൂവറി വിഷയത്തിലുണ്ടായത്. നിലപാടില്ലാത്ത പാർട്ടിയായി CPI മാറി. അവരുടെ ആസ്ഥാനത്ത് പോയി അവരുടെ പാർട്ടി എടുത്ത നിലപാടിനെതിരായിട്ടുള്ളൊരു തീരുമാനമാണ് മുഖ്യമന്ത്രി അടിച്ചേൽപ്പിച്ചത്. മുഖ്യമന്ത്രിയുടെയും എക്സൈസ് മന്ത്രിയുടെയും തീരുമാനമാണ് LDFന്റെ മീതെ മറ്റ് കക്ഷികളുടെ മീതെ അടിച്ചേൽപ്പിക്കപ്പെട്ടത്. ഇതിനകത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം 3 കാര്യങ്ങളാണ്. ഒന്ന്, ഈ ഒയാസിസ് കമ്പനി വന്ന വഴി സുതാര്യമല്ല, അഴിമതിയുടെ വഴിയിലൂടെയാണ് അവർ വന്നത്. രണ്ടാമത്തേത്, ആ കമ്പനിയുടെ പശ്ചാത്തലം ഷെയ്ഡി പശ്ചാത്തലമാണുള്ളത്. അവർ കൊലക്കേസിൽ പ്രതിയാണ്. അതുപോലെ തന്നെ അവർ നടത്തിയ ഈ ഫാക്ടറി തുടങ്ങിയ സ്ഥലത്ത് 4 കിലോമീറ്റർ ചുറ്റളവ് ഭൂഗർഭജലം മലിനമാക്കിയതിനും കുറ്റവാളിയായി നിൽക്കുന്ന കമ്പനിയാണ്. മൂന്നാമത്തെ പ്രശ്നം എന്ന് പറയുന്നത്, ഈ എലപ്പുള്ളി എന്ന് പറയുന്ന പ്രദേശം പാലക്കാട് ജില്ല മൊത്തത്തിൽ രൂക്ഷമായ കുടിവെള്ളക്ഷാമം നേരിടുന്ന പ്രദേശമാണ്. അപ്പം മലമ്പുഴ അണക്കെട്ടിൽ നിന്ന് വെള്ളം കൊടുക്കുമെന്ന് പറയുന്നത്, നിങ്ങൾ മലമ്പുഴ അണക്കെട്ടിൻ്റെ ഇന്നലെ പത്രങ്ങളിൽ വന്ന ചിത്രമുണ്ട്. കന്നുകാലികൾ മേയാണ് മലമ്പുഴ അണക്കെട്ടിൻ്റെ ക്യാച്ച്മെൻറ്റ് ഏരിയ. വെള്ളം പറ്റിയിട്ട് വെള്ളമില്ല. അവിടുത്തെ ഭൂഗർഭ ജലത്തിൻ്റെ അളവ് വളരെ താഴെയാണ്. അവിടെ ഒരു തരത്തിലും വെള്ളമില്ല. ആവശ്യമായ വെള്ളം വരണ്ട് കിടക്കുന്ന ഒരു പ്രദേശത്ത് ചെന്നിട്ടാണ് ഇത് കമ്പനി ഫുൾ സ്വിങ്ങിലാവുമ്പോൾ, അവർ പറയുന്ന കാര്യങ്ങൾ എല്ലാ പ്രോജക്റ്റുകളും പൂർത്തിയാവുമ്പോൾ ഏകദേശം ഒരു ദിവസം 80 ദശലക്ഷം ലിറ്റർ വെള്ളം, 80 MLD വെള്ളം വേണ്ടി വരും. അത് ശരിക്കും കൊക്കക്കോള കമ്പനിക്ക് ആവശ്യമായ വെള്ളത്തിനേക്കാൾ കൂടുതൽ വെള്ളം ഈ കമ്പനിക്ക് ആവശ്യമായി വരും. അത് അവിടുത്തെ കുടിവെള്ളത്തെ ഗൗരവതരമായി, കുടിവെള്ള പ്രശ്നത്തെ ഗൗരവതരമായി ബാധിക്കും. മാത്രമല്ല, മന്ത്രി പറഞ്ഞത് വാട്ടർ അതോറിറ്റി ഉറപ്പ് കൊടുത്തിട്ടുണ്ടെന്നാണ്. വാട്ടർ അതോറിറ്റി നിയമസഭയിൽ ജലവിഭവ വകുപ്പ് മന്ത്രി നൽകിയ മറുപടിയിൽ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയൊരു ധാരണ ഈ കമ്പനിയായിട്ട് ഏർപ്പെട്ടിട്ടില്ല എന്നാണ്. ഈ കമ്പനിയായിട്ട് ആ കമ്പനിക്ക് എത്തനോൾ പ്ലാന്റ് നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അനുമതിക്ക് വേണ്ടി IOCയിലേക്ക് അവർക്ക് കൊടുത്ത അപേക്ഷയുടെ കൂടെ വെക്കാൻ വേണ്ടിയിട്ടാണ് ഇവരൊരു കത്ത് കൊടുത്തത്. ആ കത്ത് തന്നെ വാട്ടർ അതോറിറ്റിയുടെ സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ കൊടുക്കാൻ പാടില്ല. കാരണം ഇവരാവശ്യപ്പെട്ടത് എത്രമാത്രം വെള്ളം ആവശ്യമുണ്ട് എന്ന് ഇവർ ഇതുവരെ പറഞ്ഞിട്ടില്ല. എത്ര വെള്ളത്തിന്റെ റിക്വയർമെന്റ് എന്താണെന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല. സർക്കാർ കൊടുത്ത ഏത് അപേക്ഷയിലാണ് അവർ റിക്വയർമെന്റ് പറഞ്ഞിരിക്കുന്നത്? എത്രമാത്രം വെള്ളം വേണ്ടിവരും എന്ന് പറഞ്ഞിരിക്കുന്നത് എവിടെയാണ് മഴവെള്ള സംഭരണി കൊണ്ട് വെള്ളം നടത്തിയാൽ അവിടെ മാക്സിമം ഒരു വർഷം, ഒരു ദിവസമല്ല, ഒരു വർഷം 40 ലക്ഷം ലിറ്ററേ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഒരു ദിവസത്തെ ഇവരുടെ ആവശ്യത്തിന്റെ പകുതിക്ക് പോലും അത് ചിലവാകില്ല, മതിയാവില്ല. 40 ദശലക്ഷം ലിറ്റർ വെള്ളം ഒരു വർഷം മഴവെള്ളത്തിൽ ശേഖരിക്കാൻ പറ്റുന്നത്, ഒരു വർഷം ശേഖരിക്കാൻ പറ്റുന്നതാണ്. ഫുൾ സ്വിങ്ങിലായ 80 ദശലക്ഷം ലിറ്റർ വെള്ളം അവർക്കിവിടെ വേണം. ഇത് 40 ദശലക്ഷം ലിറ്റർ പെർ ഡേ അല്ല, പെർ ഇയറാണ്. പെർ ഡേ വേണം 80 ദശലക്ഷം ലിറ്റർ വെള്ളം. അപ്പോൾ ഈ പറയുന്ന കണക്കുകളൊന്നും ശരിയല്ല. ഇവർ തെറ്റായ വഴികളിലൂടെയാണ് ഇവർ വന്നിരിക്കുന്നത്. ആ തെറ്റായ വഴികളിലൂടെ എത്തിയതുകൊണ്ടാണ് ഈ കൂടെയുള്ള പ്രശ്നങ്ങളെല്ലാം അവഗണിച്ചുകൊണ്ട്, ഈ വെള്ളത്തിൻ്റെ പ്രശ്നങ്ങളെല്ലാം ഇത് ചെയ്തുകൊണ്ട് ഈ കാര്യത്തിലേക്ക് പോകുന്നത്. അതുപോലെ ബഹുമാനപ്പെട്ട വ്യവസായ വകുപ്പ് മന്ത്രി പറഞ്ഞ കാര്യങ്ങൾക്കൊക്കെ നമ്മൾ മറുപടി പറഞ്ഞു. വ്യവസായ മന്ത്രി പറഞ്ഞത് ഈ ഊതിപ്പെരിപ്പിച്ച കണക്കുകളാണ്. ഞാൻ അന്ന് പറഞ്ഞു MSMEകൾ ഭയങ്കരമായി വർദ്ധിച്ചു എന്നാണ് പറഞ്ഞത്. 3,55,000 സംരംഭങ്ങളാണ് എന്നാണ് പറഞ്ഞത് കേരളത്തിൽ. എന്താ കാര്യം? 2021 ഈ അമെൻമെന്റ് വരുത്തി, MSMEയുടെ നിർവചനത്തിൽ ഭേദഗതി വരുത്തി. എന്നിട്ട് ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ എന്നുകൂടി ഇതിൻ്റെ അകത്ത് ഉൾപ്പെടുത്താം എന്ന് പറഞ്ഞു. അതെല്ലാ സംസ്ഥാനത്തും മാറ്റം ഉണ്ടായി. ആന്ധ്രാപ്രദേശിൽ 2020-21 ഉണ്ടായത് 65,174 സംരംഭങ്ങളാണ് ഉണ്ടായിരുന്നത്. അത് 2021-22 ആയപ്പോൾ 1,47,000 ആയി അവിടെ വർദ്ധിച്ചു. 1,47,000 ആയി അവിടെ വർദ്ധിച്ചു. ഇപ്പോൾ അവിടെ എത്രയാണെന്നറിയാം? 6,78,000 ഉണ്ട്, അവിടെയുണ്ട്. കർണാടക നോക്കിയേ, അന്ന് 1,52,000 1,52,000 ഉണ്ടായിരുന്നത് ഈ നിർവചനം മാറ്റിക്കഴിഞ്ഞപ്പോൾ 3,14,000 ആയി. ഇപ്പോൾ കർണാടകയിലെ സംരംഭങ്ങൾ 6,76,000 ആണ്. ഈ സംരംഭങ്ങൾ എന്ന് പറയുന്നത് ഈ നാട്ടിലെ പാവപ്പെട്ടവൻ ലോൺ എടുത്ത്
കടം മേടിച്ച് തുടങ്ങുന്ന പെട്ടിക്കട, മനസ്സിലായില്ലേ, പലചരക്ക് കട, പച്ചക്കറി കട, ബ്യൂട്ടി പാർലർ, ബാർബർ ഷോപ്പ്, ബേക്കറി തുടങ്ങി വർക്ക്ഷോപ്പ് തുടങ്ങിയ എല്ലാ സ്ഥാപനങ്ങളും വരും. ഇതിനകത്ത് ഗവൺമെന്റിന്റെ ക്രെഡിറ്റിലേക്ക് ഇത് എങ്ങനെയാണ് പോകുന്നത്? ഇത് എല്ലാ കാലത്തും ഉണ്ടായിട്ടുള്ളതല്ലേ. റെസ്റ്റോറൻറ്റുകൾ തുടങ്ങുന്നു. ഇത് ഗവൺമെന്റ് പഠിക്കേണ്ടത് ഇങ്ങനെ തുടങ്ങുന്ന എത്ര സംരംഭങ്ങൾ പൂട്ടിപ്പോകുന്നുണ്ടെന്നാണ്. ഇപ്പോൾ 10 റെസ്റ്റോറൻറ്റ് തുടങ്ങി 8 എണ്ണം പൂട്ടിപ്പോവാണ്, കടകൾ പൂട്ടിപ്പോവാണ്. റീറ്റെയിൽ വ്യാപാരവും ഹോൾസെയിൽ വ്യാപാരവും കേരളത്തിൽ തളരുകയാണ് യഥാർത്ഥത്തിൽ. കാരണം 2 കാര്യങ്ങളാണ്. ഒന്ന് ഓൺലൈൻ സംവിധാനം, 2 മാളുകൾ കേന്ദ്രീകരിച്ചുള്ള ബിസിനസ് കേരളത്തിൽ കൂടി. ശരിക്കും പറഞ്ഞാൽ ഈ റീറ്റെയിൽ ഹോൾസെയിൽ സംരംഭങ്ങൾ കേരളത്തിൽ തളരുകയും അടച്ചുപൂട്ടപ്പെടുകയും ചെയ്യാണ്. എന്നിട്ടാണ് ഇത് ഈ ആളുകൾ തുടങ്ങുന്നതിനെ കുറിച്ച് കേരളത്തിൽ 3,44,000 സംരംഭം തുടങ്ങിയെന്നൊരു ഗവൺമെന്റ് വന്ന് പറയും. ഗവൺമെന്റിന് എന്ത് റോളാണ് ഈ കാര്യത്തിൽ ഉണ്ടായിരുന്നത്? എന്ത് റോളാണ് ഉണ്ടായിരുന്നത് ഈ കാര്യത്തിൽ? അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത് അങ്ങനെ ഒരു വളർച്ച കേരളത്തിൽ ഉണ്ടായിട്ടില്ല. ഇവർ ഊതിപ്പെരിപ്പിച്ച കണക്കായിട്ട് വരും. ഞങ്ങളിതിനെ എതിർത്തില്ലെങ്കിൽ കോവിഡ് കാലത്ത് ഞങ്ങൾക്ക് പറ്റിയത് പറ്റും. കോവിഡ് കാലത്ത് ലോകത്തിലെ ഏറ്റവും മനോഹരമായി കോവിഡ് കൈകാര്യം ചെയ്ത സംസ്ഥാനം കേരളമാണ് എന്നുള്ളൊരു നറേറ്റീവ് ഉണ്ടാക്കി. ഇലക്ഷൻ കഴിഞ്ഞപ്പോഴാണ് അത് ബോധ്യപ്പെട്ടത്. ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ ഇന്ത്യയിൽ ഇന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ കോവിഡ് മൂലം മരണപ്പെട്ട 2ാമത്തെ സംസ്ഥാനമാണ് കേരളം. ഇലക്ഷൻ കഴിഞ്ഞപ്പോഴാണ് 28,000 പേരുടെ മരിച്ച വിവരം ഒരു പൂഴ്ത്തിവെച്ചത് പുറത്തു വന്നത്, ഇല്ലേ? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ രോഗികളുണ്ടായ ഇന്ത്യയിലെ 2ാമത്തെ സംസ്ഥാനം ഒന്ന് മഹാരാഷ്ട്രയ്ക്ക് കേരളത്തിന്റെ 3 ഇരട്ടി പോപ്പുലേഷനുള്ള സംസ്ഥാനമാണ്. ഈ ഗവൺമെന്റിന് ഞങ്ങൾ എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യം, നിയമസഭയ്ക്കകത്തും പുറത്തും, എന്താണ് ഈ ഗവൺമെന്റിന്റെ മുൻഗണന? സർക്കാരിന്റെ മുൻഗണന എന്താണ്? ഇന്നലെ PSC മെമ്പർമാർക്കും ചെയർമാൻ എത്ര വർധനവാണ് ശമ്പളത്തിൽ കൊടുത്തത്? അതാണോ ഗവൺമെന്റിന്റെ പ്രയോറിറ്റി? പാവപ്പെട്ട ആശാ വർക്കർമാർ 12ഉം 14ഉം മണിക്കൂർ ഒരു ദിവസം ജോലി ചെയ്യുന്നവർ 7,000 രൂപയാണ് അവരുടെ ഓണറേറിയം. അതൊന്ന് വർദ്ധിപ്പിക്കണം എന്നാവശ്യപ്പെട്ട്, അവരുടെ കുടിശ്ശിക കൊടുക്കണം എന്നാവശ്യപ്പെട്ട് സമരം ചെയ്യുമ്പോൾ ആ സമരം ചെയ്യുന്നവരെ പരിഹസിക്കുന്ന മന്ത്രിമാരുള്ള ഈ മന്ത്രിസഭയാണ് ഇന്നലെ ലക്ഷക്കണക്കിന് രൂപ PSC ചെയർമാൻ, അത് പൊളിറ്റിക്കൽ അപ്പോയിന്റ്മെന്റ് ആണ്, സ്വന്തം പാർട്ടിക്കാരെയാണ്, ആ പാർട്ടിക്കാർക്ക് എത്രമാത്രം വർധനവാണ് കൊടുത്തിരിക്കുന്നത്? അവരുടെ ഈ ഇതിനു മുമ്പുള്ള റിട്രോസ്പെക്റ്റീവ് ഇഫക്റ്റിൽ മുൻകാല പ്രാബല്യത്തോടു കൂടി അവർക്ക് ശമ്പളം കൊടുക്കുക. എത്ര കോടി രൂപയാണ് അതിനുവേണ്ടി ചെലവാക്കുന്നത്? പട്ടികജാതി പട്ടികവർഗക്കാർക്കുള്ള പദ്ധതികൾ മുഴുവൻ വെട്ടിക്കുറയ്ക്കുക, കുട്ടികളുടെ ഗ്രാൻസ് കൊടുക്കാതിരിക്കുക, സ്റ്റൈപ്പൻഡ് കൊടുക്കാതിരിക്കുക, ഹോസ്റ്റൽ ഫീസ് കൊടുക്കാതിരിക്കുക. ഹോസ്റ്റൽ ഫീസ് കൊടുക്കാത്തതിന്റെ പേരിൽ പട്ടികജാതി പട്ടികവർഗ വിദ്യാർത്ഥികൾ അവർ പഠിക്കുന്ന സ്ഥാപനങ്ങളിൽ അപമാനിക്കപ്പെടുകയാണ് ഈ സംസ്ഥാനത്ത്, കൃത്യസമയത്ത് കൊടുക്കാത്തതുകൊണ്ട്. അതൊന്നും കൊടുക്കാത്ത ഒരു സർക്കാരാണ്. ഇപ്പോഴും 3 മാസത്തെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ബാക്കിയുണ്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഈ തളർന്നു കിടക്കുന്ന ആളുകളെ ചികിത്സിക്കുന്ന പരിചരിക്കുന്നവർക്കുള്ള ആശ്വാസ കിരണം പദ്ധതി വഴി കിടക്കുകയാണ്. ഇവിടെ കാരുണ്യ പദ്ധതിക്ക് കൊടുക്കാൻ കോടികളാണുള്ളത്. മാവേലി സ്റ്റോറിൽ സാധനം വാങ്ങാൻ സബ്സിഡി റേറ്റിൽ ഐറ്റത്തിന് കൊടുക്കാൻ പണമില്ല. എന്നിട്ട് PSC മെമ്പർമാരുടെ ശമ്പളം എത്രയാണ് വർദ്ധിപ്പിച്ചിരിക്കുന്നത്? ഗവൺമെന്റ് പരിഹസിക്കുകയാണ് ജനങ്ങളെ. സ്വന്തം ആളുകൾക്ക് വേണ്ടി എന്തും ചെയ്യും, ഞങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യും എന്ന് പറഞ്ഞ് ജനങ്ങളെ നോക്കി പരിഹസിക്കുകയും വെല്ലുവിളിക്കുകയുമാണ് ഈ സർക്കാർ ചെയ്യുന്നത്. ഇത് ശരിയല്ല. ഈ വർദ്ധിപ്പിച്ച അവരുടെ വേതനം പിൻവലിക്കണം എന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. അല്ല, ഇതൊരു പോളിസി മാറ്ററാണ്. ആ പോളിസി മാറ്റർ സാധാരണ UDF ആണെങ്കിൽ LDF ആണെന്ന് തീരുമാനിക്കുന്നത് അവരാണ്. തീരുമാനിച്ചിട്ടാണ് LDF തീരുമാനിച്ചിട്ടാണ് അതിനകത്തേക്ക് വരേണ്ടത്. പാർട്ടിയൊന്നും തീരുമാനിക്കേണ്ട ആവശ്യമില്ല. കാരണം പിണറായി വിജയൻ പറയുന്നതാണ് പാർട്ടിയിൽ നടക്കുന്നത്. പക്ഷേ LDF തീരുമാനിക്കാത്തൊരു വിഷയം മന്ത്രിസഭയിൽ കൊണ്ടുവന്ന് പാസ്സാക്കിയതാണല്ലോ തെറ്റ്. അവ LDFൽ പോലും ഇപ്പം ഞങ്ങളെ ബോധ്യപ്പെടുത്താൻ നടക്കാനുള്ള എക്സൈസ് മന്ത്രി ആദ്യം അദ്ദേഹം ഇടതുമുന്നണിയിലെ കക്ഷികളെ ബോധ്യപ്പെടുത്തട്ടെ. അവരെ ബോധ്യപ്പെടുത്താൻ പറ്റിയില്ലല്ലോ. അവരതിന് കീഴടങ്ങി, മുഖ്യമന്ത്രിയുടെ ഇതിന് കീഴടങ്ങി അവരുടെ ആസ്ഥാനത്ത് കൊണ്ടുപോയിട്ട് വെച്ചിട്ട് അവരുടെ തീരുമാനത്തിനെതിരായി ഒരു തീരുമാനം മുഖ്യമന്ത്രി എടുത്തു. അതാണ് ഞാൻ പറഞ്ഞത്. സാധാരണ AKG സെന്ററിൽ വെച്ചിട്ടാണ് CPIക്കാർക്ക് പണി കൊടുക്കാറുള്ളത്. ഇപ്പോൾ MN സ്മാരകത്തിൽ പോയിട്ടാണ് അവർക്ക് പണി കൊടുത്തിട്ട് വന്നത് മുഖ്യമന്ത്രി. ആ തീരുമാനം ഒരു കാരണവശാലും നടപ്പാക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല. ഇവരെല്ലാം കൂടി തീരുമാനിച്ചതാണല്ലോ കേരളയിൽ, നടന്നില്ലല്ലോ.
നടന്നില്ലല്ലോ. ഇത് നടപ്പാക്കാൻ സമ്മതിക്കില്ല. അല്ല, ഞാൻ തയ്യാറാണല്ലോ. ഞാൻ പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ ഒരു മന്ത്രി എന്നെ സംവാദത്തിൽ വെല്ലുവിളിച്ചാൽ ഞാൻ മുഖ്യമന്ത്രിയുമായിട്ട് ഈ വിഷയത്തിൽ സംവാദം നടത്താൻ ഞാൻ തയ്യാറാണ്. സ്ഥലവും തീയതിയും ഗവൺമെന്റ് തീരുമാനിച്ചാൽ മതി. ഞാൻ ആരെയും വെല്ലുവിളിക്കാറില്ല സംവാദം. ഞാൻ ഇന്നുവരെ ഒരാളെയും സംവാദത്തിന് ഞാൻ വെല്ലുവിളിക്കാറില്ല. ഇന്നുവരെ വെല്ലുവിളിച്ചിട്ടില്ല. പണ്ടും തോമസ് ഐസക്ക് ഞങ്ങളെയാണ് വെല്ലുവിളിച്ചത്. ഞങ്ങളല്ല വെല്ലുവിളിച്ചത്. അപ്പോൾ ഇപ്പോൾ വെല്ലുവിളിച്ച മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും എന്നുള്ള നിലയിൽ സംവാദം നടത്തി എനിക്ക് വലിയ സന്തോഷമാണ്. ഞാൻ എപ്പോഴും റെഡിയാണ്. അല്ല, മുഖ്യമന്ത്രിയായിട്ടാവാന്നേ. അല്ല, അദ്ദേഹം തീരുമാനിച്ചോട്ടെ. മുഖ്യമന്ത്രിയോട് സംസാരിച്ചിട്ട് മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും തമ്മിലുള്ള സംവാദത്തിന്റെ ഡേറ്റും സമയവും തീരുമാനിച്ചോട്ടെ. ഇത് വാശി പിടിച്ചത് ചെയ്യുന്നത് മുഖ്യമന്ത്രിയാണല്ലോ. അപ്പം മുഖ്യമന്ത്രി മറുപടി പറയണ്ടേ? അല്ല, നടക്കില്ല. അവിടെ വെള്ളം കിട്ടണ്ടേ? അവിടെ നടക്കില്ല. ഇത് നടപ്പാക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല. അല്ല, അവര് ഇപ്പോ ഞങ്ങൾ എടുത്തതുപോലെ ബ്രൂവറിക്കെതിരായിട്ടുള്ളൊരു നിലപാടെടുത്തു. സ്വകാര്യ സർവകലാശാല ബില്ല് ഞങ്ങളാണ് പറഞ്ഞത് ബിസിനസ് അഡ്വൈസറി കമ്മിറ്റി മീറ്റിംഗിൽ അത് സെലക്ട് കമ്മിറ്റിക്ക് വിടണമെന്ന്. ഞാൻ അറിഞ്ഞത് CPI സെലക്ട് കമ്മിറ്റിക്ക് വിടണമെന്നുള്ള തീരുമാനമാണ്. അതിൻ്റെ റിസർവേഷൻ സംബന്ധിച്ച്, അതിൻ്റെ ഫീസ് സ്ട്രക്ചറിനെ സംബന്ധിച്ചൊക്കെ ഒരുപാട് കാര്യങ്ങൾ പരിഹരിക്കപ്പെടണം. മറ്റ് സംസ്ഥാനങ്ങളിൽ ഇത് നടപ്പാക്കിയപ്പോൾ ഉള്ള കുറേ പ്രശ്നങ്ങളുണ്ട്. അതെല്ലാം എന്ന് മനസ്സിലാക്കിയിട്ട് വേണം അതുകൂടി പരിഹരിച്ചിട്ടുള്ള ഒരു ബില്ലാണ് ഇവിടെ കൊണ്ടുവരേണ്ടത്. ടോളിൻ്റെ വിഷയത്തിൽ ഞങ്ങൾ പറഞ്ഞു ടോള് പറ്റില്ല, കിഫ്ബി ടോള് പറ്റില്ല എന്ന്. അതും CPI ആ സ്റ്റാൻഡ് തന്നെ എടുത്തിരിക്കുന്നത്. ഏകദേശം ഞങ്ങളുടെ നിലപാട് തന്നെയാണ്. പിന്നെ അവർക്ക് എത്രമാത്രം അവരുടേതായ ഒരു പാർട്ടിയുടെ തീരുമാനം LDFിലോ ക്യാബിനറ്റിലോ ഗവൺമെന്റിനെ കൊണ്ട് സ്വീകരിപ്പിക്കാൻ പറ്റുമെന്നുള്ളത് അവരുടെ വിഷയമാണ്, ഞങ്ങളുടെ വിഷയമല്ല. പക്ഷെ ഇപ്പോൾ അവർ അവമാനിക്കപ്പെട്ടു. അവരുടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ ഈ സമീപകാലത്ത് ആദ്യമായിട്ട് LDF യോഗം നടത്തി അവരുടെ ഒരു തീരുമാനത്തിൻ്റെ മീതെ മുഖ്യമന്ത്രിയുടെ തീരുമാനം അടിച്ചേൽപ്പിക്കപ്പെട്ടു. അതാണ്. അങ്ങനെ കോൺഗ്രസിൽ ഒരു പ്രശ്നമുള്ളതായിട്ട് അവർ ഒരു അതിർത്തിയും രേഖപ്പെടുത്തിയിട്ടില്ല. ഞങ്ങൾ എല്ലാ ദിവസവും ഓരോരുത്തരും ഓരോ ദിവസവും ഓരോ വാർത്ത ഉണ്ടാക്കുകയാണ്. ഓരോ ചാനലുകളും ഓരോ മാധ്യമങ്ങളും ഓരോ വാർത്ത രാവിലെ ഉണ്ടാക്കണം. ഒന്നുമില്ലാഞ്ഞിട്ട് കോൺഗ്രസ് ലീഗും നേതൃത്വവും തമ്മിൽ ഒരു കാലത്തും ഇല്ലാത്ത തരത്തിലുള്ള ഭയങ്കര സുദൃഢമായ ബന്ധമുണ്ട്. കോൺഗ്രസിൽ ഒരു തമ്മിത്തല്ലിൽ എന്ത് വഴക്കാണ് കോൺഗ്രസിലുള്ളത്? കോൺഗ്രസിൽ എവിടെയെങ്കിലും, ഞാൻ ചോദിക്കട്ടെ, കഴിഞ്ഞ 3 കൊല്ലത്തിനിടയിൽ എവിടെയെങ്കിലും ഒരു ഗ്രൂപ്പ് യോഗം ചേർന്ന കോൺഗ്രസിൽ ആരെങ്കിലും ഏതെങ്കിലും രീതിയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ പറഞ്ഞോ? എന്ത് വിഷയത്തിലാണ് ഞങ്ങൾ തമ്മിൽ തർക്കം ഉണ്ടായത്? അല്ലല്ല, അത് അദ്ദേഹം പറഞ്ഞല്ലോ ഞാൻ രാഷ്ട്രീയക്കാരനല്ല വേറൊരാളാണെന്ന് പറഞ്ഞു. ഞാൻ അദ്ദേഹമായിട്ടും തർക്കിക്കാനൊന്നും ഞങ്ങൾ ഗവൺമെന്റുമായി പോരാടുന്ന ഒരു വിഷയത്തിൽ, ഞങ്ങൾ ഗവൺമെന്റുമായി ഡിബേറ്റ് നടക്കുന്ന ഒരു വിഷയത്തിൽ അദ്ദേഹം ഗവൺമെന്റിന് അനുകൂലമായിട്ട് ഒരു ആർട്ടിക്കിൾ എഴുതിയപ്പോൾ ആ ആർട്ടിക്കിളിന്റെ സ്റ്റാറ്റിസ്റ്റിക്സ് ശരിയല്ല എന്ന് ഞങ്ങൾ പറഞ്ഞു. ഞാനത് പ്രൂവ് ചെയ്തല്ലോ. അദ്ദേഹം പറഞ്ഞ സ്റ്റാറ്റിസ്റ്റിക്സ് ശരിയല്ല എന്ന്. അല്ലല്ല, വെയിറ്റ് ലെറ്റ് മീ കംപ്ലീറ്റ്. ഞങ്ങൾ എന്താ പറയുക? അദ്ദേഹം പറയുന്നത് സ്റ്റാർട്ടപ്പ് സിസ്റ്റത്തിന്റെ എക്കോസിസ്റ്റം വാല്യൂവിനെ കുറിച്ചാണ് പറയുന്നത്. ആ സ്റ്റാർട്ടപ്പ് സിസ്റ്റത്തിന്റെ എക്കോസിസ്റ്റം വാല്യൂ കേരളത്തിന്റെ വളരെ മോശമാണ്. $1.7 ബില്യൺ കേരളത്തിൻ്റെത്. 1590 കോടിയാണ്. 170 കോടി US ഡോളർ കേരളത്തിന്റെ വാല്യൂ ആകുമ്പോൾ കർണാടകം ഈ കാലഘട്ടത്തിൽ ഉണ്ടാക്കിയിരിക്കുന്ന വാല്യൂ 1590 കോടിയാണ്. ഇത് നിങ്ങൾ ഒരു കാര്യം കൂടി മനസ്സിലാക്കിക്കോ. ഈ ഇക്കോസിസ്റ്റം പറയില്ല, ഈ $1.7 ബില്യൺ ഇതിൽ ഈ $1 ബില്യൺ ഒറ്റ കമ്പനിയുടെ. ഒരു കമ്പനി കേരളത്തിൽ യൂണിക്കോൺ കമ്പനിയാണ്. യൂണിക്കോൺ കമ്പനി ആണെങ്കിൽ അതൊരു ഫിനാൻസ് കമ്പനിയാണ്. യൂണിക്കോൺ കമ്പനിയാണെങ്കിൽ $1 ബില്യൺ വരുമ്പോഴാണ്, അതിൻ്റെ വാല്യൂ വരുമ്പോഴാണ് യൂണിക്കോൺ കമ്പനിയാകുന്നത്. ഈ $1.7 ബില്യൺ കേരളത്തിൻ്റെ ഇക്കോസിസ്റ്റം വാല്യൂ എന്ന് പറഞ്ഞാൽ അത് $1 ബില്യൺ ഒരു കമ്പനിയുടെയാണ്. ബാക്കി എത്രയുണ്ട്? 0.7 ബില്യൺ. 159 ബില്യൺ അവിടുത്തെ കർണാടകത്തിലെ ഈ കണക്കിൽ. പിന്നെ ഞാൻ പറഞ്ഞു 254% വളർച്ച. അത് ആരാണ് ആ വളർച്ചയെക്കുറിച്ച് പറഞ്ഞത്? ഒരു കമ്പനിയാണ്. ആ കമ്പനിയാണ് ഇത് സ്റ്റഡി ചെയ്തിട്ട് റിപ്പോർട്ട് ചെയ്തത്.
ആ കമ്പനിയുടെ ക്ലയന്റാണ് ഈ കേരളത്തിലെ ഈ സ്റ്റാർട്ടപ്പ് മിഷൻ. ആണ് ആണ് അല്ല, അത് അദ്ദേഹത്തിന്റെ ഇത്. ഞാനത് അദ്ദേഹവുമായിട്ട് കൊമ്പ് കോർക്കാനോ വഴക്കിടാനോ ഒന്നും ഞങ്ങളില്ല. അത് അദ്ദേഹം വർക്കിംഗ് കമ്മിറ്റി മെമ്പറാണ്, കേരള കോൺഗ്രസിന്റെ വർക്കിംഗ് കമ്മിറ്റി മെമ്പറാണ്. അദ്ദേഹത്തോട് സംസാരിക്കേണ്ടത് അഖിലേന്ത്യാ കോൺഗ്രസ് നേതൃത്വമാണ്. ഞങ്ങളൊക്കെ അതിനേക്കാളൊക്കെ വളരെ താഴെ പൊസിഷനിലിരിക്കുന്ന ആളാണ്, ഞങ്ങളുടെയൊക്കെ മീതെ നിൽക്കുന്ന ഒരാളാണ്. അദ്ദേഹത്തെ ശാസിക്കാനോ അദ്ദേഹത്തെ ഉപദേശിക്കാനോ അദ്ദേഹത്തിനെ തിരുത്താനോ ഒന്നും ശേഷിയുള്ള ആളുകളല്ല ഞങ്ങൾ. അല്ല, അദ്ദേഹത്തിന് എല്ലാ ആളുകളല്ല ഞങ്ങൾ അദ്ദേഹവുമായിട്ട് ഒരു തർക്കത്തിനും പോകുന്നില്ല. ഞങ്ങളാരും പോകുന്നില്ല. ഞങ്ങളുമായിട്ട് അദ്ദേഹം അത് അദ്ദേഹത്തിന്റെ അഭിപ്രായം. അദ്ദേഹം അത് ബാക്കിയുള്ളൊരു വിലയിരുത്തട്ടെ. അദ്ദേഹം പറഞ്ഞത് എന്താണ്? ഇവിടെ ഏത് കാര്യത്തിലാണ് കോൺഗ്രസിൽ ഐക്യമില്ലാത്തത്? നിങ്ങളൊരു കാര്യം പറ, ഏതെങ്കിലും ഒരു വിഷയം കേരളത്തിൽ വന്നപ്പോൾ കോൺഗ്രസിന്റെ നേതൃത്വം ഐക്യമില്ലായ്മ എവിടെയാണ് പ്രകടിപ്പിച്ചിട്ടുള്ളത്? ഏത് സബ്ജക്റ്റിലാണ് ഞങ്ങൾ ഐക്യമില്ലായ്മ കാണിച്ചിട്ടുള്ളത്? ഇപ്പൊ ബ്രൂവറി വിഷയത്തിൽ നിയമസഭയിൽ ആരോപണം ഉന്നയിച്ചത് സി രമേശ് ചെന്നിത്തലയാണ്. ഞങ്ങൾ ഒരുമിച്ചാണ് പത്രസമ്മേളനം നടത്തിയിട്ട് സർക്കാരിനെതിരായിട്ട് ഞങ്ങൾ പറഞ്ഞത്. ഞങ്ങൾ എല്ലാ കാര്യങ്ങളും ആലോചിച്ചിട്ടാണ് മുഴുവൻ ലീഡർഷിപ്പും KPCC പ്രസിഡന്റ്, മുൻ KPCC പ്രസിഡന്റുമാർ എല്ലാവരുമായിട്ട് ഞങ്ങൾ നിരന്തരമായി ആലോചന നടത്തിയിട്ടാണ് ഞങ്ങൾ ഓരോ തീരുമാനങ്ങളും എടുക്കുന്നത്. ഞങ്ങൾ തമ്മിൽ എവിടെയാണ് തർക്കം? ഓരോ വാർത്തകൾ വരുന്നതിന് ഞങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും? ഞങ്ങൾ തമ്മിൽ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞൊരു വാർത്ത വന്നാൽ ഞങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും? ചില മാധ്യമങ്ങളിൽ എല്ലാ ദിവസവും വാർത്ത അതാണ്. ഞങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും? ഞങ്ങൾ ഒരുമിച്ച് അതെനിക്കറിയില്ല. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ അദ്ദേഹത്തെ തിരുത്താനുള്ള ആളല്ല. അദ്ദേഹത്തെ തിരുത്തുകയോ അല്ലെങ്കിൽ അദ്ദേഹത്തെ ഉപദേശിക്കുകയോ അദ്ദേഹത്തെ ശാസിക്കുകയോ ഒന്നും ചെയ്യേണ്ട ആളുകളല്ല ഞങ്ങൾ. അത് ചെയ്യേണ്ടത് കോൺഗ്രസ് നേതൃത്വമാണ്. അവരെന്ത് തീരുമാനം എടുത്താലും ഞങ്ങൾക്ക് ഇതാണ്. ഞങ്ങൾ അതിൻ്റെ പേരിലൊന്നും ഒരു വിവാദത്തിനും ഇല്ല. നിങ്ങൾ എല്ലാ ദിവസവും നിങ്ങൾ സംസാരിക്കുമ്പോൾ നിങ്ങളൊരു തലക്കെട്ടിന് വേണ്ടിയാണ് സംസാരിക്കുക. ഇന്ന് നമ്മൾ ഇത്രയും പ്രധാനപ്പെട്ട പ്രശ്നം പറഞ്ഞിട്ടും നിങ്ങൾക്ക് ആഗ്രഹമുള്ള തലക്കെട്ട് ശശി തരൂരിനെതിരെ VD സതീശൻ, അത് എൻ്റെ കയ്യിൽ നിന്ന് കിട്ടില്ല. ഞാൻ അദ്ദേഹത്തിന് എതിരല്ല. അദ്ദേഹത്തെ ഇവിടെ മത്സരിക്കുന്ന സമയത്ത് അദ്ദേഹത്തെ വിജയിപ്പിക്കുന്നതിന് വേണ്ടി ഏറ്റവും കഠിനാധ്വാനം ചെയ്ത ഒരാളാണ് ഞാൻ. അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്, ഏറ്റവും കഠിനാധ്വാനം ചെയ്ത ഒരാളാണ് ഈ തിരുവനന്തപുരത്ത്. ഏതെല്ലാം രീതിയിലാണ് ചെയ്തതെന്ന് അറിയാം. ഞാൻ കോൺഗ്രസിന്റെ ഒരു MP ആണ്, അദ്ദേഹം വർക്കിംഗ് കമ്മിറ്റി മെമ്പറാണ്. എന്നേക്കാൾ മീതെയുള്ള ഒരു നേതാവാണ് അദ്ദേഹത്തെ. ഞാനത് അന്നേ പറഞ്ഞത് ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് തെറ്റണ്ടെന്ന് പറഞ്ഞു. ഞാൻ അത്ര മാത്രമേ പറഞ്ഞുള്ളൂ. വെയിറ്റ് ഞാൻ അത്ര മാത്രമേ പറഞ്ഞുള്ളൂ. അദ്ദേഹം പറഞ്ഞ കണക്ക് എന്ന് പറയുന്നത് സ്റ്റാർട്ടപ്പ് മിഷൻ വെച്ച കണക്കാണ്. ആ കണക്ക് തെറ്റാണ് എന്ന് ഞാൻ പറഞ്ഞു. ഞാൻ ആ കണക്ക് കണക്ക് വെച്ചോളാൻ പറഞ്ഞു. ഞാൻ കൃത്യമായ കണക്ക് കൊണ്ടുവന്നു. നിങ്ങൾ പറഞ്ഞില്ലേ 2019-21 ഒരു കാലഘട്ടമായിട്ട് പരിഗണിച്ചു, 2021-24 ഒരു കാലഘട്ടമായിട്ട് പരിഗണിച്ചു. ആദ്യത്തെ കാലഘട്ടത്തേക്കാൾ 254% ഗ്രോത്താണ് സ്റ്റാർട്ടപ്പ് കമ്പനി. ആദ്യത്തെ കാലഘട്ടം ഏതാ? ആദ്യത്തെ കാലഘട്ടം കോവിഡ് കാലഘട്ടം. 0 മാർക്ക് കിട്ടിയ ആൾ അല്ലെങ്കിൽ 1 മാർക്ക് കിട്ടിയ ആൾക്ക് 4 മാർക്ക് കിട്ടി. 4 മാർക്ക് കിട്ടിയപ്പോൾ എത്ര ശതമാനമാണ്? 300% അല്ലേ? 300% വർധനം. ശരിയാണ്. 8 മാർക്ക് നേരത്തെ ഉണ്ടായിരുന്ന ആൾക്ക് 10 മാർക്ക് കിട്ടി. അപ്പോൾ എത്രയാണ് വർധനം? 25% വർധനം. ഇതുപോലത്തെ കണക്കാണ് ആ കാലഘട്ടത്തിൽ നിന്നുണ്ടായൊരു വ്യത്യാസം. അതിന് മുഖ്യമന്ത്രി പറഞ്ഞ മറുപടി നിങ്ങൾ ശ്രദ്ധിച്ച, UDFന്റെ കാലത്ത് 300 സ്റ്റാർട്ടപ്പ് ഉണ്ടായിരുന്നുള്ളത്. എന്നാണ് കേരളത്തിൽ സ്റ്റാർട്ടപ്പ് തുടങ്ങിയത്? 2015 ആയപ്പോഴാണ് അതിൻ്റെ ഒരു സ്റ്റാർട്ടപ്പ് പ്രൊമോഷനും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് ഉമ്മൻചാണ്ടി സർക്കാർ ഈ സംവിധാനം ആരംഭിച്ചത്. ആ 1 കൊല്ലത്തിനകം ഉണ്ടായ കമ്പനിയാണ് അത്രയും. ഈ 8 കൊല്ലത്തിനകം ഉണ്ടായതാണ് ഇത്. എന്നിട്ട് ബാക്കിയുള്ള സംസ്ഥാനങ്ങളെ അത് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ഒരു കമ്പാരിസൺ പോലും ഇല്ല. പിന്നെ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ നമ്പർ 1. ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് ഇല്ല, ഇപ്പം സമ്മതിച്ചല്ല. ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് ഇല്ലാന്ന്. ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് എന്ന് പറയുന്ന ഒരു ഇൻഡിക്കേറ്റർ ഇല്ല. ആ ഇൻഡിക്കേറ്റർ നിർത്തലാക്കി. ഇത്രയും നാൾ പറഞ്ഞത് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ 1ാം സ്ഥാനം ഒന്നല്ലേ, ഇപ്പൊ സമ്മതിച്ചല്ല. ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് ഇല്ല. പിന്നെ കേരളത്തിന്റെ അല്ല, ഞാൻ പറഞ്ഞല്ലോ, അതിനുള്ള മറുപടി നമ്മൾ പറഞ്ഞല്ലോ, ഞങ്ങളെല്ലാം പറഞ്ഞല്ലോ. അല്ലല്ല, അതിപ്പോ നമുക്ക് ഞാൻ അതിന് മറുപടി പറഞ്ഞു. അദ്ദേഹം നമ്മളെക്കാൾ മീതെയുള്ള ഒരാളാണ്, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ചെയ്യേണ്ടത് ദേശീയ നേതൃത്വമാണ്. അദ്ദേഹത്തിന് അത് അവര് സംസാരിക്കുമെന്നാണ് ഞാൻ
അവർ തമ്മിൽ ഒറ്റയ്ക്കല്ലേ സംസാരിച്ചത്? എനിക്കറിയില്ല എന്താ സംസാരിച്ചത്. അവർ പറഞ്ഞല്ല, അവർ 1-to-1 ആണ് സംസാരിച്ചത്. ഞാൻ രാഹുൽ ഗാന്ധിയെ വിളിച്ച് ചോദിക്കാമോ എനിക്ക് എന്താണ് ശശി തരൂർ പറഞ്ഞതെന്ന്? അതിനതൊരു ഇംപ്രോപ്പറേറ്റി ഇല്ലേ? ശശി തരൂരോട് ചോദിക്കാമോ എനിക്ക് നിങ്ങൾ തമ്മിൽ സംസാരിച്ചത്? നിങ്ങൾ എന്ത് കഷ്ടപ്പെട്ടാലും ശശി തരൂരിനെതിരായിട്ട് ഒരു വാക്ക് എൻ്റെ കയ്യിൽ നിന്ന് കിട്ടില്ല. നിങ്ങളെ വായില വെള്ളം പറ്റിക്കാന്നല്ലാതെ എൻ്റെ നാവിൽ നിന്ന് ഒരു വാക്ക്. അദ്ദേഹം കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി മെമ്പറാണ്. ഞാൻ അദ്ദേഹത്തെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ആളാണ്. അദ്ദേഹം കോൺഗ്രസ് നേതാവാണ്, കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗമാണ്. അത് ഇവർ ചോദിച്ച അതേ ചോദ്യം സനകൻ കൗശലം ഉപയോഗിച്ച് വേറൊരു ചോദ്യം ചോദിച്ചിട്ട് എൻ്റെ ഒന്നും മറുപടി വിചാരിക്കുകയാണ്. അതൊക്കെ ശരി, അതൊന്നും ഇതിനെയൊന്നും ബാധിക്കില്ല. ഞങ്ങൾക്കൊരു പ്രൊപ്പഗാൻഡ ഇതുണ്ട്, രീതിയുണ്ട്, ക്യാമ്പയിൻ ഉണ്ട്. ഞങ്ങളെടുത്ത നിലപാട് നിങ്ങൾ നോക്ക്. നാളെ ഇൻവെസ്റ്റേഴ്സ് മീറ്റ് നടത്തുക, ഞങ്ങൾ അതിനകത്ത് പങ്കെടുക്കുകയാണ്. മറ്റത് എന്താ പറയുന്നത്? ഞങ്ങൾ ഇൻവെസ്റ്റേഴ്സ് മീറ്റ് നടത്തിയപ്പോൾ കേരളത്തെ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നു എന്നാണ് അന്നത്തെ പ്രതിപക്ഷം. ഈ മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾ കേരളത്തെ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നു, കേരളം വിൽക്കാൻ വെച്ചിരിക്കുന്നു. ചന്ദ്രശേഖരൻ സ്റ്റേഡിയം വിൽക്കാൻ പോവാണ്. എന്തൊക്കെയാണ് അന്ന് പറഞ്ഞത്? ഞങ്ങളതാണ് പറഞ്ഞത്. ഞങ്ങൾ പറഞ്ഞത് കേരളത്തിൽ വ്യവസായ സൗഹൃദ അന്തരീക്ഷം ഉണ്ടാകണം. അത് ഗവൺമെന്റിന്റെ മാത്രം ആഗ്രഹമല്ല, കേരളത്തിന്റെ ആഗ്രഹമാണ്. കേരളത്തിൽ വ്യവസായങ്ങൾ വരണം, സംരംഭങ്ങൾ ഉണ്ടാകണം, കേരളത്തിലെ ചെറുപ്പക്കാർക്ക് തൊഴിലവസരങ്ങൾ ഉണ്ടാകണം, അവരിങ്ങനെ പുറത്തേക്ക് പോകരുത്, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉണ്ടാകണം. ഞങ്ങൾ എന്ത് പോസിറ്റീവായിട്ടുള്ള അപ്രോച്ചാണ്. ഞങ്ങൾ ആ യോഗത്തിൽ പങ്കെടുക്കുകയല്ലേ? ഞങ്ങൾക്കും ബഹിഷ്കരിക്കാൻ പാടില്ലേ? ഞങ്ങൾ ബഹിഷ്കരിച്ചത് എന്താ? നവകേരള സദസ്സ് തെരഞ്ഞെടുപ്പിന് മുമ്പ് നടന്നൊരു പൊളിറ്റിക്കൽ ക്യാമ്പയിനാണ്. ആ പൊളിറ്റിക്കൽ ക്യാമ്പയിൻ്റെ കൂടെ ഞങ്ങൾ പോകേണ്ട ആവശ്യമുണ്ടോ? അത് മാത്രമേ അത് LDF ഒറ്റയ്ക്ക് നടത്തിക്കൊള്ളാൻ പറഞ്ഞത്. LDFിൻ്റെ ക്യാമ്പയിനാണ്. ഞങ്ങളുടെ വിചാരണ സദസ്സ് വേറെ ഞങ്ങൾ നടത്തി. കേരളത്തിന്റെ പൊതു താല്പര്യത്തിന് വേണ്ടി ഗവൺമെന്റ് നടത്തുന്ന എല്ലാ ശ്രമങ്ങളെയും ഞങ്ങൾ പിന്തുണയ്ക്കും. ഞങ്ങൾ പോസിറ്റീവാണ്. ഇവരാ അല്ല, അത് ഞങ്ങൾ LDFുമായിട്ട് ചേർന്നിട്ടുള്ള ഒരു സമരത്തിന് ഞങ്ങൾക്ക് ഒറ്റയ്ക്ക് സമരം ചെയ്യാൻ ശേഷിയുണ്ട്. എന്തിനാ ഒരുമിച്ച് ചെയ്യണത്? ഞങ്ങൾ നിയമസഭയിൽ ഞാൻ തന്നെയാണ് ആ വിഷയം അവതരിപ്പിച്ചത്. സർക്കാർ ഇതുവരെ അഭിപ്രായം പറഞ്ഞിട്ടില്ല കടൽ മണൽ ഖനനത്തെക്കുറിച്ച്. അതിൻ്റെ ഗുരുതരമായ സ്വഭാവത്തെക്കുറിച്ച് ഞാൻ തന്നെയാണ് നിയമസഭയിൽ ആ വിഷയം അവതരിപ്പിച്ചത്. അപ്പോൾ സർക്കാർ മറുപടി, കേന്ദ്ര ഗവൺമെൻറ്റാണ് തീരുമാനം എടുക്കേണ്ടത്. സെൻട്രൽ സബ്ജക്റ്റ് ആയതുകൊണ്ടാണ് ഞങ്ങൾ അടിയന്തര പ്രമേയം കൊണ്ടുവരാതെ സംസ്ഥാന ഗവൺമെൻറ് സ്റ്റേറ്റ് ഗവൺമെൻറ്റിൽ സമ്മർദ്ദം ചെലുത്തണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് സബ്മിഷൻ കൊണ്ടുവന്നത്. അത് ഞങ്ങൾക്ക് ഉറച്ച നിലപാടാണ്. ഞങ്ങൾ അതിനെതിരായിട്ടുള്ള സമരം ആരംഭിച്ചു കഴിഞ്ഞു. ഞങ്ങൾ തീരദേശ യാത്ര പ്ലാൻ ചെയ്തിട്ടുണ്ട്. രാപ്പകൽ സമരം KPCCയുടെ നേതൃത്വത്തിൽ നടക്കുന്നുണ്ട്, പദയാത്രകൾ നടക്കുന്നുണ്ട്. ഞങ്ങൾ കടൽ മണൽ ഖനനത്തിനെതിരായിട്ടുള്ള സമരം UDFും ഇപ്പോൾ NK പ്രേമേന്ദ്രൻ നയിക്കുന്ന കാൽനട യാത്രയുണ്ട്. ഇതെല്ലാം UDFിൻ്റെ ഘടകകക്ഷികളും UDFും എല്ലാവരും തീരുമാനിച്ചിട്ടുണ്ട് പരിപാടികൾ. അത് നീക്കേണ്ട ആവശ്യമില്ല. കാരണം ഇന്നിപ്പോൾ നടക്കാൻ ഞാനും പങ്കെടുക്കേണ്ട അതിനകത്ത്. ഞാനാണ് മുഖ്യമന്ത്രിയോട് ആദ്യമായിട്ട് ആവശ്യപ്പെട്ടത്, കത്തെഴുതി ആവശ്യപ്പെട്ടത് കഴിഞ്ഞ നിയമസഭാ സമ്മേളനത്തിന് മുമ്പ് UGC റെഗുലേഷനെതിരായിട്ട് നിയമസഭ പ്രമേയം പാസ്സാക്കി അയക്കണം. പ്രതിപക്ഷ നേതാവെന്നല്ല ഞാൻ ആവശ്യം. അത് കഴിഞ്ഞിട്ട് നിയമസഭ കൂടിയപ്പോൾ പ്രമേയം പാസ്സാക്കി അയച്ചു. അപ്പോൾ ഈ ഒരു പ്ലാറ്റ്ഫോം ഇന്ന് ഉണ്ടാക്കിയിരിക്കുന്നത് UGC റെഗുലേഷൻ എതിരെയാണ്. അത് എതിരെന്നുള്ളത് ഗവർണർ പറയുമ്പോൾ എന്തിനാ മാറ്റിയെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തിനാ മാറ്റിയത്? എന്നാ പിന്നെ അനുകൂലം എന്ന് എഴുത്, എന്നാൽ പിന്നെ എനിക്ക് പോകാതിരിക്കും. ഞാൻ ആ മീറ്റിംഗ് പങ്കെടുക്കാതിരിക്കും. UGCക്ക് റെഗുലേഷൻ അനുകൂലമാണ് ഇന്ന് പരിപാടി നടക്കുന്നത്. എന്തിനാണ് എതിരെ എന്നുള്ള മാറ്റുന്നത്? എന്തിനാണ് ഇവരൊക്കെ വാളെടുക്കുമ്പോഴൊക്കെ പേടിക്കുന്നത്? ഭയപ്പെടുന്നത് എന്തിനാ? ഇവരൊക്കെ വാളെടുക്കുമ്പോഴേക്കും അങ്ങനെ ചെയ്യാം. ഒരു ഗവൺമെന്റ് തീരുമാനിച്ചതല്ലേ. നമ്മൾ കൺകറന്റ് ലിസ്റ്റിലുള്ള സബ്ജക്റ്റാണ് വിദ്യാഭ്യാസം. നമ്മുടെ കൂടി അവകാശങ്ങൾ കവർന്നെടുത്തുകൊണ്ടുള്ള UGCയുടെ ഡ്രാഫ്റ്റ് റെഗുലേഷനാണ് വന്നിരിക്കുന്നത്. അതിനെതിരെയാണ് നമ്മൾ സൗത്ത് ഇന്ത്യൻ ഞങ്ങളുടെയൊക്കെ മന്ത്രിമാർ വരുന്നുണ്ട്, തെലങ്കാനയിൽ നിന്നും കർണാടകത്തിൽ. അവർ പങ്കെടുക്കുന്നതിനെതിരെയാണ്. അതിന് അനുകൂലമായിട്ടാണെന്ന് ഗവർണർ പറയുകയാണ്. അതിന് അനുകൂലമാക്കണം എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രി അത് അനുകൂലം എന്ന് എഴുതുമോ? അത് അങ്ങനെ മാറ്റിയത് വളരെ മോശമായി, ചെയ്യാൻ പാടില്ലായിരുന്നു.
മുഖ്യമന്ത്രി ഇന്നലെ SFI നടത്തുന്ന ക്രിമിനൽ ആക്ടിവിറ്റീസിന് സർട്ടിഫിക്കറ്റ് കൊടുക്കുകയാണ് ചെയ്തത്. മുഖ്യമന്ത്രി നേരത്തെ ഈ നവകേരള സദസ്സിനോടനുബന്ധിച്ച് പോലീസും അദ്ദേഹത്തിൻ്റെ ഗൺമാന്മാരും ഗുണ്ടകളും ക്രിമിനലുകളും DYFIക്കാരും SFIക്കാരും ഞങ്ങളുടെ പ്രവർത്തകരെ ആക്രമിച്ചപ്പോൾ അവർ നടത്തുന്നത് രക്ഷാപ്രവർത്തനമാണ് എന്ന വാക്ക് പറഞ്ഞുകൊണ്ട് ക്രിമിനലുകളെ സംരക്ഷിക്കുന്ന നിലപാട് മുഖ്യമന്ത്രി സ്വീകരിച്ചു. അതിനെതിരായിട്ട് കേസുണ്ട് കോടതിയിൽ. അതേ നടപടിയാണ് ഈ റിപ്പോർട്ട് ചെയ്യുന്ന റാഗിംഗ് കേസുകളിലെല്ലാം പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന SFIക്കാരാണ്. എല്ലാ അക്രമ സംഭവങ്ങൾക്കും ഡിഫറൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ഭിന്നശേഷിക്കാരനായ ഒരു പയ്യനെയാണ് ഈ സെക്രട്ടേറിയറ്റിൻ്റെ മൂക്കിന് താഴെ ഈ യൂണിവേഴ്സിറ്റി കോളേജിലെ ഇടിമുറിയിൽ വെച്ച് ക്രൂരമായി മർദ്ദിച്ചത്. അത് ചെയ്തത് SFI അല്ലേ? സംസ്ഥാന വ്യാപകമായി ക്യാമ്പസുകളിലെ വയലൻസ് മുഴുവൻ നേതൃത്വം കൊടുക്കുന്ന SFI ആണ്. SFI നടത്തുന്ന ക്രിമിനൽ ആക്ടിവിറ്റീസിന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി സ്വന്തം അധികാരം ദുരുപയോഗം ചെയ്തുകൊണ്ട് അവർക്ക് കൊടുത്ത സർട്ടിഫിക്കറ്റാണ് അവരെ പ്രകീർത്തിച്ചുകൊണ്ടുള്ള ഈ സംസാരം. മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ, പാർട്ടി നേതാവ് എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് കൊടുക്കാം. പക്ഷേ ആ SFI സംസ്ഥാന സെക്രട്ടറി പോലെ ക്രിമിനൽ കേസുകൾ, അതായത് സമരം ചെയ്ത കേസല്ല, ക്രിമിനൽ കേസുകളിൽ എത്ര കേസുകളിൽ പ്രതിയാണെന്ന് ആലോചിച്ചു. സമരം ചെയ്താൽ ക്രിമിനൽ കേസാണ്. സമരം ചെയ്ത നമുക്ക് എല്ലാവർക്കും എതിരായിട്ട് ഉണ്ടാകുന്ന സമരം ചെയ്ത് അതല്ല, അല്ലാത്ത ക്രിമിനൽ കേസുകളിൽ പ്രതികളാണ് അവരിൽ എല്ലാവരും, ഭൂരിപക്ഷം ആളുകളും, ഇവിടെ നടക്കുന്ന മുഴുവൻ പേരും എല്ലാ കേസുകളിലും. എന്നിട്ട് ആ ക്രിമിനലുകളെയാണ് പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്. രക്ഷാപ്രവർത്തനത്തിൻ്റെ ഒരു പുതിയ വ്യാഖ്യാനമാണ് ഇന്നലെ SFI സമ്മേളനത്തിൽ ഈ ക്രിമിനലുകൾക്ക് സർട്ടിഫിക്കറ്റ് നൽകിക്കൊണ്ട് മുഖ്യമന്ത്രി നടത്തിയത്. ഞാൻ എന്താ ഇതിനെക്കുറിച്ചൊക്കെ പറയേണ്ടത്? അതാണ് എൻ്റെ ചോദ്യം. നിങ്ങൾ നിയമസഭാ സമ്മേളനങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നവരാണ്. നിയമസഭയിൽ ഞങ്ങൾ ചോദിക്കാറുണ്ട്, എന്താണ് ഈ ഗവൺമെന്റിന്റെ പ്രയോറിറ്റി, എന്താണ് ഈ ഗവൺമെന്റിന്റെ മുൻഗണന? ഈ ഗവൺമെന്റ് ഒരു തീരുമാനം എടുക്കുമ്പോൾ അതിൽ പാവങ്ങളായ ആളുകളെ സഹായിക്കാനുള്ള തീരുമാനമാണോ എടുക്കുന്നത്? പാവങ്ങൾ പുറത്ത് സമരം ചെയ്യാൻ സങ്കടപ്പെടുകയാണ്, കഷ്ടപ്പെടുകയാണ്, അപമാനിക്കപ്പെടുകയാണ്. എന്നിട്ട് അവരുടെ സമരത്തിനെതിരായി അവർ 12 മണിക്കൂർ 14 മണിക്കൂർ ജോലി ചെയ്യുന്നവർ 7,000 രൂപ ഓണറേറിയ അതെങ്കിലും കുടിശ്ശിക മാറ്റി തരണം എന്ന് പറഞ്ഞ് സമരം ചെയ്യുമ്പോൾ അവരെ പരിഹസിക്കുന്ന ഈ മന്ത്രിമാരെല്ലാവരും കൂടി ക്യാബിനറ്റിലെടുത്ത തീരുമാനമാണ് ഈ PSC മെമ്പർമാരുടെ ഈ ലക്ഷങ്ങളുടെ ശമ്പളം. ജനങ്ങൾ കാണുന്നുണ്ട്, അത്രമാത്രമേ ഞാൻ പറയുന്നു.